الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة علاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഹിദായത്ത് നൽകിയ, നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൊഫുകളിൽ വിടവ് കാണുന്നുണ്ട്. ആ പിറകിലിരിക്കുന്ന ചെറിയ കുട്ടികളൊക്കെ സൊഫിലേക്ക് കയറി, ശാരീരിക അസ്വസ്ഥത ഇല്ലാത്ത ആളുകളൊക്കെ സൊഫിലേക്ക് കയറിയിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ഒരു അവധിക്കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിലൂടെ ഓരോ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാതാപിതാക്കൾക്ക് ഏറെ ആശങ്കയാണ്. പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന വാർത്തകൾ, സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമോ എന്നുള്ള വലിയ ഒരു ആശങ്ക. ഈ ഒരു സന്ദർഭത്തിൽ രക്ഷിതാക്കൾ എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. ഒരിക്കലും നമ്മുടെ മക്കളുടെ മേൽ നമ്മൾ അശ്രദ്ധരാകരുത്.
എന്റെ കുട്ടി, എന്റെ മകൾ, എന്റെ മകൻ ഒന്നിനും പോയി പെടുകയില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വെക്കരുത്. ഈ ഒരു സന്ദർഭത്തിൽ അവർക്കുള്ള ഒഴിവ് സമയങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് വിനിയോഗിക്കുവാൻ ഉതകുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങൾ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാ? ദുനിയാവിൽ നമ്മുടെ മക്കൾ രക്ഷപ്പെടാൻ. ദുനിയാവിൽ മാത്രമാണോ? അല്ല, നാളെ പരലോകത്തിലും നമ്മുടെ മക്കൾ രക്ഷപ്പെടാൻ, നമ്മളും രക്ഷപ്പെടാൻ. കാരണം എന്താ അറിയോ? മക്കൾ എന്നുള്ളത് വലിയൊരു നിഅമത്താണ്, അനുഗ്രഹമാണ്, അമാനത്താണ്. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊടുത്തിട്ടില്ല. ഇന്നും ഹോസ്പിറ്റലുകളുടെ വരാന്തകളിലൂടെ ആരോഗ്യ പ്രവർത്തകരുമായി, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ പരിചയപ്പെടുത്തിയത് ഖുർറത്തു അഅ്യുൻ, കൺകുളിർമ എന്നാണ്. അത് ദുനിയാവിന്റെ അലങ്കാരം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മുടെ മക്കൾ നമ്മുടെ അരികിലുണ്ട്. അതുകൊണ്ട് അവരുടെ ഒഴിവു സമയങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് വകവെച്ചു കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിഅമതാനി മഅദൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങളിൽ മനുഷ്യർ വഞ്ചിതരാണ്. രണ്ട് അനുഗ്രഹങ്ങളിൽ മനുഷ്യരിൽ അധിക പേരും വഞ്ചിതരാണ്. ഒന്നാമത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സുഹത്ത്, ഒന്നവന്റെ ആരോഗ്യമാണ്, വൽ ഫറാഹ്, അവന്റെ ഒഴിവ് സമയവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ആരോഗ്യത്തിന്റെ വില തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മള്? ആരോഗ്യത്തിന്റെ വില നമ്മൾ അറിയുന്നത് രോഗം നമ്മളെ പിടികൂടുമ്പോഴായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങള്, നമ്മളിപ്പോ നടന്നു വന്ന് നമ്മുടെ പള്ളിയിൽ ഇരുന്ന് ജുമാ കേൾക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഇതേപോലെ നടക്കാൻ കഴിയാത്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സ്വന്തമായി എണീക്കുവാൻ കഴിയാത്ത എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സുഭക്ഷിതമായ ഭക്ഷണം ഭക്ഷണത്തളികയിൽ നിത്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബക്കാർ, പക്ഷേ കഴിക്കാൻ പറ്റാത്ത ആളുകൾ എത്രയുണ്ട്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആരോഗ്യത്തിന്റെ വില നമ്മൾ അറിയുകയുള്ളൂ. മറ്റൊന്ന് ഫറാഗ്, ഒഴിവ് സമയമാണ്. ഇന്ന് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒഴിവ് സമയത്തെ നമ്മൾ തള്ളി നീക്കുന്നത്? അധിക ആളുകളും അശ്രദ്ധയോടുകൂടി സോഷ്യൽ മീഡിയകളിൽ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര ദിക്റുകൾ നമുക്ക് പഠിക്കാം, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമുക്ക് പഠിക്കാം. രാവിലെയും വൈകുന്നേരവും നമ്മൾ നിർവഹിക്കേണ്ടുന്ന അദ്കാറുകളെ നമുക്ക് മനഃപ്പാഠമാക്കാം. നമ്മൾ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ? നമ്മൾ നമ്മുടെ മക്കളുടെ വിഷയത്തിലും നമ്മളും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവകുലത്തോട്, മാനവരാശിയോട് വിളിച്ചുകൊണ്ട് പറയുന്ന ചില സംസാരങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ സൂറത്തു തഹ്രീമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, അല്ലാഹു പറയാണ്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങളാ കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. എന്താ അല്ലാഹു പറഞ്ഞത്? നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങളാ കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കാരണം എന്താണ്? അവിടെ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ വിറകുകളായി നമ്മൾ മാറാൻ പാടില്ല. നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. നമ്മുടെ അഹ്ലീങ്ങൾ മാറാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ, മലായികത്തുൻ ഇലാദുൻ ഷിദാദ്, ആ നരകം കാക്കുന്ന മലക്കുകൾ, അതിന്റെ കാവൽക്കാർ, അതിന്റെ പാറാവുകാർ, ഇലാദുൻ ഷിദാദ്,
കഠിന ഹൃദയരായിക്കൊണ്ടുള്ള മലക്കുകളാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. പടച്ച റബ്ബ് എന്തെന്നവരോട് കൽപ്പിച്ചുവോ അത് കൃത്യമായി അനുസരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ. പ്രിയപ്പെട്ടവരെ, ഇഷ്ടമുണ്ടോ നമുക്ക് ആ നരകത്തിൽ പ്രവേശിക്കാനില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെയും ആ ഒരു വിഷയത്തിൽ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, ഈ അവധിക്കാലത്ത് നമ്മൾ പ്രത്യേകമായി രക്ഷിതാക്കൾ എന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒന്ന്, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നമ്മളൊരു മാതൃകയാകണം. നമ്മുടെ മക്കൾക്ക് നമ്മളൊരു റോൾ മോഡലായി മാറണം. ഇന്ന് നമ്മുടെ മക്കൾ ആരെയാണ് മാതൃകയാക്കുന്ന അറിയോ നിങ്ങൾക്ക്? വലിയ വലിയ സിനിമാ താരങ്ങളെയും കായിക താരങ്ങളെയൊക്കെയുമാണ്. ഇന്ന് വസ്ത്ര കടകളിൽ പോലും അവരിടുന്ന വസ്ത്രങ്ങൾ സുലഭമായി കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ അവരുടെ ഹെയർ സ്റ്റൈൽ ഇവർ പിന്തുടരുന്നു. അതാണ് നമ്മുടെ മക്കൾ കൊണ്ടുപോകുന്നത്. എന്താണ് കാരണം? എന്താണ് യഥാർത്ഥത്തിലുള്ള ദീനെന്ന് വിശ്വാസികളെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. ഒരു യാത്ര പോകുമ്പോ നമ്മുടെ മക്കളെ ഉപദേശിച്ചു നമ്മള്, മോനെ, നീ കുളിച്ചു കഴിഞ്ഞാൽ നിന്റെ തലയിലെ വെള്ളം നീ പരിപൂർണമായി ഒപ്പിയെടുക്കണം, അല്ലെങ്കിൽ നിനക്ക് പനി വരുമെന്ന് പറഞ്ഞു കൊടുത്ത നമ്മള്, മോനെ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു ശിക്ഷിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. മാതാപിതാക്കളോട് നന്മ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ പടച്ച റബ്ബിന്റെ കഠിനമായ ശിക്ഷയുണ്ട് മകളെ, മകനെ എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമുക്ക് മാറ്റമുണ്ടാകേണ്ടത്. നോക്കൂ നിങ്ങൾ, ഖുർആൻ പാരായണം നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ മക്കളോട് ഖുർആൻ പാരായണം ചെയ്യാൻ പറയുക. നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുക. അതോടൊപ്പം നമ്മുടെ മക്കളെയും നമ്മൾ കൂട്ടിപ്പിടിക്കുക, ആ രൂപത്തിൽ കൊണ്ടുപോവുക. മഹാനായ ഇബ്നു ഹുസൈമി റഹ്മഹുല്ലാഹ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, അല്ലിമു ഔലാദകും അസ്സിദ്ഖ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവൃത്തിയിലും നിങ്ങൾ സത്യസന്ധത പഠിപ്പിക്കുക. എന്താ അദ്ദേഹം പറഞ്ഞത്? അല്ലിമു ഔലാദകും അസ്സിദ്ഖ ബിൽ ഖൗലി വൽ ഫിഅൽ. പ്രവൃത്തിയിലും അവരുടെ സംസാരത്തിലും ഒക്കെ നിങ്ങൾ അവരെ സത്യസന്ധത പഠിപ്പിക്കുക. ഫഇദാ ഹദ്ദസ്തുമൂഹും ഫലാ തുകദ്ദിബൂ അലൈഹിം. നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഫലാ തുകദ്ദിബൂ അലൈഹിം, നിങ്ങൾ അവരോട് കളവ് പറയാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രയോ രക്ഷിതാക്കളുണ്ട്, കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പല കളവുകളും പറയും. അതൊക്കെ രേഖപ്പെടുത്തുകയാണ്. അതിന്റെ ഒക്കെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. മക്കളോട് ഒരു നിലക്ക് പോലുമുള്ള കളവിന്റെ ഒരു സംസാരം പോലും, പ്രിയപ്പെട്ടവരെ, ഉണ്ടാകാൻ പാടില്ല. നീ ഇന്നത് ചെയ്താൽ നിനക്ക് ഞാൻ അത് തരാമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. അതാണ് ഏറ്റവും നല്ല മാതാപിതാക്കൾ. അദ്ദേഹം പറയാണ്, അതുകൊണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് കളവ് പറഞ്ഞു പോകരുതേ. നിങ്ങൾ അവർക്കൊരു കരാറ് നിങ്ങൾ അവരോടൊരു കരാറ് പറഞ്ഞാൽ ആ കരാറിനെ നിങ്ങൾ പൂർത്തീകരിക്കണേ. നിങ്ങൾ ലംഘിക്കാതിരിക്കരുത്, നിങ്ങൾ ലംഘിക്കുകയും ചെയ്യരുത്. അപ്പോ അവരോട് കരാറ് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധ്യമാകണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഒന്നാമതായിട്ട് നമ്മളൊരു റോൾ മോഡലായിട്ട് അവർക്ക് മാറുക എന്നുള്ളതാണ്. രണ്ടാമതായി, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളുടെ ഇന്റർനെറ്റ് ഉപയോഗമാണ്. പലപ്പോഴും ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, നമ്മുടെ മക്കൾ പഠിക്കുന്നതും നമ്മുടെ മക്കൾക്ക് പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതും അവരുടെ പാഠ്യേതര പദ്ധതികളൊക്കെ ഉൾക്കൊള്ളുന്നതും അതിലാണല്ലോ, അതുകൊണ്ട് അത് ഉപയോഗിക്കൽ അനിവാര്യമാണല്ലോ എന്ന് കരുതും. കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാം. പക്ഷേ ആ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മക്കൾ ഒരിക്കലും വഴി തെറ്റുന്ന രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന്റെ മുകളിൽ സമയം ചെലവഴിക്കുകയാണ് മക്കൾ. നിസ്കാരമില്ല, അദ്കാറുകളില്ല, പള്ളിയിലേക്ക് പോകുന്നില്ല, മറ്റുള്ള ഇബാദത്തുകളിൽ 24 മണിക്കൂറും സോഷ്യൽ മീഡിയകളിലാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ അവർക്ക് ഉണർത്തി കൊടുക്കേണ്ടതുണ്ട്.
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തീർച്ചയായും ഒരു മനുഷ്യന് ഒഴിവുണ്ടായിട്ട് അവനക്ക് ഒഴിവുകളുണ്ട്, എന്നിട്ട് അവന്റെ ആ ഒഴിവ് സമയത്തെ അവൻ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല, എന്നാൽ ഇഹലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. അത്തരം പ്രവർത്തിക്കുന്ന ആളുകളോട് ഞാൻ കഠിനമായി ദേഷ്യപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. എന്താ ഇതിന്റെ അർത്ഥം? സമയത്തെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ വിനിയോഗിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആരാധനകൾക്ക് പ്രോത്സാഹനം നൽകേണ്ടുന്ന ഒരു സമയമാണ്. 2-3 മാസക്കാലം നമ്മുടെ മക്കൾ നമ്മുടെ അരികിൽ ഉണ്ടായിട്ട് ആരാധനകൾക്ക് ഒരു പ്രോത്സാഹനം നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ വലിയ നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ വിഷയം, അത് നമ്മുടെ മക്കളോട് കൃത്യമായി ഉപദേശിക്കാൻ നമുക്ക് സാധ്യമാകണം. അപ്പൊ നമ്മളൊക്കെ പള്ളിയിൽ ജമാഅത്തിന് പോകുന്ന ആളുകളെ അല്ലെ, സുബഹി ജമാഅത്തിന് നമ്മൾ പോകുമ്പോ നമ്മുടെ മക്കളെ കൂട്ടിക്കൊണ്ടു പോകലുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പോകലുണ്ടോ? ഒരു യാത്ര പോകുമ്പോ നമ്മുടെ മക്കളോട് നമ്മൾ പറയലില്ലേ, നാളെ നേരത്തെ നമ്മൾ പുറപ്പെടും, നേരത്തെ എണീക്കണം, നമുക്ക് യാത്ര പോകാനുണ്ട് എന്ന് സന്തോഷത്തോടു കൂടി നമ്മൾ പറയലില്ലേ? പ്രിയപ്പെട്ടവരെ, ഇല്ലേ? ഉണ്ട്. എങ്കിൽ എന്തുകൊണ്ട് പള്ളിയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമായിട്ടില്ല? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിലൂടെ ഒരുപാട് 10 ഉപദേശങ്ങളെ മഹാനായ ലുഖ്മാൻ ഹക്കീം തന്റെ മകന് കൊടുക്കുന്നുണ്ട്. രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് പാഠമുണ്ട്, അതിൽ നമുക്ക് പഠിക്കുവാനുണ്ട്. അതിൽപ്പെട്ട ഒരു ഉപദേശമാണ് യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത്. ആ പിതാവ് തന്റെ മോനെ വിളിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറയുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, അഖിമിസ് സ്വലാത്ത്, നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കണേ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് ഉപദേശിക്കുവാൻ സാധ്യമാകണം, അല്ലേ? മക്കളെ ജമാഅത്തിലേക്ക്, പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ആ നമസ്കാരത്തിന്റെ വിഷയത്തിലുള്ള കണിശത എടുക്കുവാനും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും രക്ഷിതാക്കളെ നമുക്ക് കഴിയേണ്ടതുണ്ട്, അല്ലെ? പരിശുദ്ധ ഖുർആനിൽ അതിന്റെ ബെനിഫിറ്റുകൾ എത്രയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിന്റെ തുടക്കത്തിൽ പറഞ്ഞെന്താ അറിയോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ള ആളുകളായിരിക്കും. നിസ്കരിച്ചെങ്കിലല്ലേ പ്രിയപ്പെട്ടവരെ ഖുശൂ വരുള്ളൂ. ആദ്യം നടക്കേണ്ടത് നമസ്കാരമാണ്. ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കണം. അതേ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. വിശ്വാസികളുടെ ഗുണം ഇങ്ങനെ എടുത്തു പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പറയാണ്, അവർ തങ്ങളുടെ നമസ്കാരങ്ങളിൽ കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളുകളാണ്. അവരവരുടെ നമസ്കാരങ്ങളിൽ കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളുകളാണ്. ളുഹർ കഴിഞ്ഞാൽ അവർ അസറിനെ കാത്തിരിക്കും. അസർ കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെ അവർ പ്രതീക്ഷിച്ചിരിക്കും. അതല്ലാതെ ഏതെങ്കിലും ഒരു നമസ്കാരത്തിലൂടെ മാത്രം ഇങ്ങനെ ദിവസങ്ങളെ തള്ളി നീക്കുന്ന ആളുകളല്ല ആ വിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് റബ്ബ് പറഞ്ഞെന്തെന്നറിയോ? ഉലൈക ഹുമുൽ വാരിസൂൻ, അവർ തന്നെയാണ് അനന്തരാവകാശികൾ. അല്ലദീന യരിസൂനൽ ഫിർദൗസഹും ഫീഹാ ഖാലിദൂൻ. ഉന്നതമായ ആ സ്വർഗത്തിലെ ഉന്നതമായ പദവി ഉണ്ടല്ലോ, ആ ഫിർദൗസ് ഉണ്ടല്ലോ, ആ ഫിർദൗസിനെ അനന്തരമെടുക്കുന്ന ആളുകളാണ് അവര്. ഈ പോരിശകളും ഇതിന്റെ പ്രാധാന്യമൊക്കെ നമ്മുടെ മക്കൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതിൽ നമുക്കൊരു മടിയൊന്നും ആവശ്യമില്ല. അള്ളാന്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് മടി വേണ്ട. അത് കൃത്യമായി കൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കുക. നമസ്കാരത്തിന്റെ വിഷയം ഈ ഒരു അവധിക്കാലത്ത് കൃത്യമായി നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക. അവധിക്കാലം കഴിഞ്ഞാലും നമ്മുടെ മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കണം സുബഹി ജമാഅത്തിന് വേണ്ടി. ഉപ്പ നമുക്ക് പള്ളിയിൽ പോകല്ലേ,
ഉമ്മ നിങ്ങൾ എന്നെ രാവിലെ നേരത്തെ വിളിക്കണം എന്ന് നമ്മുടെ മക്കള് പറയുമാറ് അവരെ നമ്മൾ മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുത്തുള്ള ഗുണന്താര രക്ഷിതാക്കളെ, അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ സാധാരണ പല ക്ലാസുകളിൽ ഉപയോഗിക്കാറുണ്ട്. മാതാപിതാക്കളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയോട് പ്രത്യേകമായ ഒരു സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൂട്ടരിൽ ഏറ്റവും കൂടുതലായി സഹവസിക്കേണ്ടത് ഉമ്മയോടാണെന്ന് പഠിപ്പിച്ചുല്ലേ. നമ്മുടെ മക്കള് നമ്മുടെ ഉമ്മമാര് വീട്ടിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ മക്കള് കാണുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വീട്ടിലുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് നമ്മുടെ മക്കൾ കാണുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതേ രൂപത്തിൽ നമ്മളെ വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവനാണ് നമ്മുടെ രക്ഷിതാക്കളിൽ നമ്മുടെ പിതാവ് എന്നുള്ളത് മറക്കാൻ പാടില്ല. പക്ഷേ ആ പിതാവ് പണിയെടുക്കുന്നതും ജോലിയെടുക്കുന്നതും നമ്മൾ കാണുന്നില്ല. ഉമ്മ ക്ഷീണിച്ചിരിക്കുന്ന നമ്മൾ കാണുന്നു, ഉമ്മ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നു. ഉപ്പ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോയി ഉപ്പയെ ഒരു അരമണിക്കൂർ, ഒരു 15 മിനിറ്റ് ഒന്ന് വീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഉപ്പ അവിടെ കടന്ന് പ്രയാസപ്പെടുന്നത്, ഉപ്പ അവിടെ കടന്ന് നെടുവീർപ്പെടുന്നത് നമുക്ക് വേണ്ടി. ആ മക്കൾക്ക് നമ്മൾ ഈ രൂപത്തിൽ ഹിദായത്ത് കൊടുത്താൽ രക്ഷിതാക്കളെ, ആ മക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എന്താണെന്നറിയോ? പ്രാർത്ഥനയാണ്. അതിനും വലിയൊരു ഗുണം പ്രിയപ്പെട്ടവർ ഈ ദുനിയാവിലില്ല. നോക്കൂ നിങ്ങള്, നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പടച്ചോനെ, എന്റെ ഉപ്പാക്ക് നീ പൊറുത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് നീ ആരോഗ്യം കൊടുക്കണേ, എന്റെ ഉമ്മാക്ക് നീ ആരോഗ്യം കൊടുക്കണേ, അവർക്ക് നീ പൊറുത്തു കൊടുക്കണേ എന്ന് ലോകത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കള് പ്രാർത്ഥിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമെന്നുള്ളതാണ്. എന്നാൽ അത് അങ്ങനെ എല്ലാ രക്ഷിതാക്കൾക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് പ്രശ്നം. എന്താ കാരണം? മാതാപിതാക്കളെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, നമ്മൾ വെള്ളം കൊടുക്കുന്നു, എല്ലാം നമ്മൾ കൊടുക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള ദീനുണ്ടല്ലോ, അല്ലാഹുവിന്റെ മതത്തെ പരിചയപ്പെടുത്തി കൊടുക്കണം, അല്ലാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഉപ്പ കാണുന്നില്ലെങ്കിലും മോനെ, ഉമ്മ കാണുന്നില്ലെങ്കിലും മോളെ, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്നുള്ള ബോധം നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കലാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാം ചെയ്യേണ്ടത്. മഹാനായ ലുഖ്മാനുൽ ഹകീം തന്റെ പൊന്നുമകനോട് പറയുകയാണ്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. പൊന്നുമോനെ, ഒരു കടുകുമണിയോളമുള്ള ഒരു കാര്യം, അത് ആകാശത്തിലോ അത് ഭൂമിയിലോ അത് പാറക്കെട്ടിലോ എവിടെയായിരുന്നാലും അല്ലാഹ് നാളെ അത് പരലോകത്ത് കൊണ്ടുവരും മോനെ. അല്ലേ? നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഓരോ ആപ്പുകൾക്കും പ്രത്യേകമായ ലോക്കുകൾ നമ്മൾ നിശ്ചയിക്കുന്നു, സേഫ്റ്റിക്ക് വേണ്ടി. അല്ലേ? സേഫ്റ്റിക്ക് വേണ്ടി. എന്തിനാ പ്രിയപ്പെട്ടവർ അതിന്റെ ആവശ്യം? എത്ര നിസ്സാരമായ തിന്മകളിലൂടെ കടന്നുപോയാലും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് മക്കൾക്ക് ഈ ദീന് കൊടുത്താൽ അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മരണപ്പെട്ട് നമ്മൾ കിടക്കുമ്പോൾ ജനാസയെ കാണാൻ, മയ്യിത്തിനെ കാണാൻ നാടുകളിലുള്ള വിദേശത്തുള്ള അയൽപക്കത്തുള്ള ആളുകൾ കടന്നു വന്ന് അവര് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോ, അവര് പ്രാർത്ഥന നടത്തി ഒരു പക്ഷെ തിരിച്ചു പോകുമ്പോ, മയ്യിത്ത് നമസ്കാരത്തിന് നേതൃത്വം നിൽക്കുന്ന നമ്മുടെ പൊന്നുമകനാണെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാവേ, ആ ഒരു പ്രാർത്ഥന ഏറ്റവും ഇഖ്ലാസോട് കൂടിയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും. കാരണം മുന്നിൽ കിടക്കുന്നത് എന്റെ ഉപ്പയാണ്, മുന്നിൽ കിടക്കുന്നത് എന്റെ ഉമ്മയാണ്. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് നീ പൊറുത്തു കൊടുക്കണമേ റബ്ബേ. വർഹംഹു, പടച്ചോനെ
ഇദ്ദേഹത്തിന് നീ കാരുണ്യം ചെയ്യണം റബ്ബേ എന്ന് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരവസ്ഥ എത്ര ആനന്ദകരമാണ്, എത്ര സന്തോഷകരമാണ്. എന്നാൽ എത്രയോ മാതാപിതാക്കൾക്ക് അത് ഉണ്ടായിട്ടില്ല. 4, 5, 6 ഒക്കെ മക്കളുള്ള മാതാപിതാക്കൾ മരണപ്പെട്ടിട്ട് അവർക്ക് മയ്യത്ത് നമസ്കരിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അല്ലേ? എന്താ കാരണം? മക്കളെ ബിസിനസ് പഠിപ്പിച്ചു, എങ്ങനെയാണ് കച്ചവടം ചെയ്യാന്ന് പഠിപ്പിച്ചു, ഷോപ്പിലേക്ക് എങ്ങനെയാണ് ആളുകളെ വിളിച്ചു വരുത്തുക എന്ന് പഠിപ്പിച്ചു, ഭൂമിയുടെ സന്തുലിതാവസ്ഥ പഠിപ്പിച്ചു, ഡോക്ടറാകാൻ പഠിപ്പിച്ചു, സൈക്കോളജിസ്റ്റ് ആകാൻ പഠിപ്പിച്ചു. പക്ഷേ മയ്യത്ത് നമസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ചിട്ടില്ല, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടില്ല, പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയാണ്, ഈ ഒരു അവധിക്കാലം പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിൽ വിനിയോഗിക്കുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മൾ മക്കളെ വിളിക്കുക, എന്നിട്ട് ചോദിക്കുക, മോനെ ഉപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉപ്പയുടെ ജനാസയെ കുളിപ്പിക്കാൻ നിനക്കറിയുമോ എന്ന് ചോദിക്കണം. അതിൽ നമുക്ക് മടിയുടെ ആവശ്യമില്ല. ഉപ്പ മരിച്ച് ആ മയ്യത്ത് കുളിപ്പിച്ച് മോനെ ആ മയ്യത്തിനെ കഫൻപുടവ അണിയിപ്പിക്കുവാൻ നിനക്കറിയുമോ എന്ന് മാതാപിതാക്കളെ ചോദിക്കുക നമ്മുടെ മക്കളോട്. അത് കഴിഞ്ഞ് ഈ ഉപ്പക്ക് വേണ്ടി ഈ ഉമ്മക്ക് വേണ്ടി നമസ്കരിക്കുവാൻ മോനെ നിനക്ക് സാധ്യമാകുമോ എന്ന് നമ്മൾ ചോദിക്കുക. ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ അതിന് പഠിക്കുവാനുള്ള സൗകര്യം നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക. അവിടെ നിങ്ങൾ പ്രായത്തെ നിങ്ങൾ നോക്കരുത്. 26 വയസ്സുള്ള മകനും 12 വയസ്സുള്ള മകനും ഉപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ അവരുടെ കുട്ടികളാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദീനിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ സജീവമാകാൻ നമുക്ക് സാധ്യമാകണം. അടുത്ത ഒരു മേഖല എന്നുള്ളത് അവരുടെ സൽസ്വഭാവത്തെ കൃത്യമായി കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി നമ്മുടെ മക്കളെ നമ്മൾ മാറ്റുക. അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും മാന്യമായി കൊണ്ട് പെരുമാറുക എന്നുള്ളതാണ്. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ പെരുമാറുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാട്ടോ, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിമൻ യഹ്റുമു അലൻ നാരി ഔ ബിമൻ തഹ്റുമു അലൈഹിൻ നാർ. ആര് നരകത്തിന് നിഷിദ്ധമാകുമെന്നും നരകം ആർക്ക് നിഷിദ്ധമാകുമെന്നും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ ലയ്യിനിൻ സഹലെ, ഏറ്റവും വിട്ടുവീഴ്ചയോടുകൂടി സൽസ്വഭാവത്തോടുകൂടി ആര് പെരുമാറിയോ അവന്റെ മേൽ നരകത്തെ അല്ലാഹ് നിഷിദ്ധമാക്കി തരും. സിമ്പിളായ കാര്യമാണ്. മാന്യമായ സ്വഭാവം, പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് ആരോടും കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാതെ ആവശ്യമുള്ളത് മാത്രം ചോദിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറിയാൽ അല്ലാഹ് അവൻക്ക് കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗമാണ്. എങ്കിൽ ആ സൽസ്വഭാവത്തിന്റെ ശ്രേഷ്ഠത എത്ര വലുതായിക്കൊണ്ടാണ് പരിശുദ്ധതയിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു മേഖലയും പഠിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണിത്. ആ രൂപത്തിൽ തന്നെ നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പരമപ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്നുള്ളത് അവര് ആരോടൊക്കെയായി കൂട്ടുകൂടുന്നു എന്നുള്ളതാണ്. കൂട്ടുകെട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. അഥവാ ഒരു നല്ല കൂട്ടുകാരനെ നമുക്ക് കിട്ടിയാൽ നമ്മുടെ ജീവിതം നേരായ മാർഗത്തിലാകും. ഇപ്പൊ യാത്ര പോകുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായാൽ നമുക്ക് നമസ്കരിക്കാൻ പോവുകയല്ലേ, നിസ്കരിക്കണ്ടേ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷം ഉണ്ടാകും. നമുക്ക് നമസ്കരിക്കാലോ നമ്മൾ പറയും.
അല്ലെ? എന്നാൽ ഇതൊന്നും പറയാതെ ചീത്ത കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കൂട്ടുകാരനാണ് നമ്മുടെ മക്കൾക്കുള്ളതെങ്കിലും അവരാ രൂപത്തിൽ പോകും. നാളെ പരലോകത്ത് സത്യനിഷേധികളായിക്കൊണ്ടുള്ള ആളുകളുടെ ഒരു വിലാപം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല. എന്റെ കഷ്ടമേ, എന്റെ നാശമേ, ഇന്ന വ്യക്തിയെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നമ്മുടെ കൂട്ടുകാരെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കൾ ആരോടൊക്കെയായി കൂട്ടുകൂടുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം സജീവമായി കൊണ്ടിരിക്കുകയാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മുടെയൊക്കെ നാടുകളിൽ ഇന്നത് സുലഭമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ലഹരി ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കുവാനുള്ള അവസരം കിട്ടിയപ്പോ എന്റെ സംസാരം കഴിഞ്ഞ് പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സംസാരിച്ചത്. അദ്ദേഹം പറയുന്ന ഓരോ കേസുകൾ നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കൊച്ചു കൊച്ചു നാടുകളിലാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നേരായ മാർഗത്തിലൂടെ പോകുന്നുണ്ട് എന്നുള്ള അന്ധമായ വിശ്വാസം, അവരെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റായ ചിന്തയും നമ്മുടെ ഹൃദയത്തിലില്ലാത്ത ഒരു വിശ്വാസം, അത് വേണ്ട, എന്റെ കുട്ടിയും പിഴച്ചു പോകും എന്ന് കരുതി മുന്നോട്ട് പോകേണ്ടുന്ന കാലഘട്ടമാണ്. നിരന്തരം അവരുടെ കൂടെ സമയം ചെലവഴിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. 10ലും +1ലും +2 പഠിക്കുന്ന, പ്രത്യേകിച്ച് വിശിഷ്യ നമ്മുടെ പെൺമക്കളുടെ വിഷയം